എന്നാ ഒരു ഗഡ്സ് അല്ലേ. ഹായ്, ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഈ ഒരാളെ കുറിച്ചിട്ടാണ്. ആളെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? കുറച്ച് നാളുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാവുന്ന ആളായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് നല്ല രീതിയിൽ ഏറി കയറി ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ആളുടെ പേര് ഷഹീൻ ഷാ. അങ്ങനെ പറഞ്ഞാൽ അറിയത്തില്ല, മണവാളൻ. കണ്ടല്ലോ അല്ലേ, ജയിലിന്റെ മുന്നിൽ കിടന്നിട്ട് റീൽസ് എടുക്കുക. അത് ആ പോലീസുകാരെ നോക്കി നിൽക്കുമ്പോൾ ചിരിച്ച് കളിച്ച് എങ്ങനെ ഞാൻ വരുമെന്ന്, ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന്, ആ ഒരു ധൈര്യം ഭയങ്കരമാണ് അല്ലേ. പുള്ളിയെ അറിയാത്ത ആളുകൾക്ക് പറഞ്ഞുതരാം. മണവാളൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ പ്രാങ്ക് വീഡിയോസിലൂടെയാണ് പുള്ളി ശരിക്കും ആളുകളിലേക്ക് എത്തിയത്. നമ്മുടെ വിദേശ ചാനലുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള പ്രാങ്കുകൾ നാട്ടുകാരുടെ ഇടയിൽ ചെന്നിട്ട് നല്ല തൊലിക്കട്ടിയോടെ ചെയ്യാൻ, എന്ന് വെച്ചാൽ മറ്റു പല ആളുകളും ഇവൻ എങ്ങനെ ചെയ്യുന്നടേ ആളുകളുടെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ തല്ല് കിട്ടാൻ അത്രയും സാധ്യതയുള്ള ചില പ്രാങ്കുകളൊക്കെ നല്ല സുഖമായിട്ടിരുന്നിട്ട് ചെയ്യുന്നു. അത് സ്ക്രിപ്റ്റ് ആണോ അല്ലയോ അതൊന്നും ഈ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ തൊലിക്കെട്ടി ഭയങ്കരമാണ്, ധൈര്യം ഭയങ്കരമാണ് എന്നൊക്കെ ഒരുപാട് ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരാളാണ് മണവാളൻ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബർ. ജയിലിന്റെ മുന്നിൽ നിന്നിട്ടാണല്ലോ ഈ റീൽ എടുക്കുന്നത് നിങ്ങൾ കണ്ടത്. എന്തിനാണ് ജയിലിൽ പോയെന്ന് ചില ആളുകൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഈ മണവാളനും കൂട്ടുകാരും കൂടെ ഒരു പാതിരാത്രിക്ക് അടിച്ച് പൊളിച്ച് തകർത്തു വരുന്നു. ആ വരുന്ന വഴിക്ക് കുറച്ച് വിദ്യാർത്ഥികളുമായിട്ട് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവരുമായിട്ട് ഉന്തും തള്ളുമൊക്കെ ആകുന്നു. അതിൽ നിന്ന് 2 പേര് ബൈക്ക് എടുത്ത് പോകുമ്പോഴത്തേന് അവരുടെ പുറകെ കാറുമായിട്ട് ചേസ് ചെയ്തു പോകുന്നു. അവരുടെ ബൈക്കിൽ കാർ ഇടിപ്പിക്കുന്നു, അവരെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ കൊലപാതക ശ്രമത്തിന് കേസ് വരികയാണ്. ഇത്രയും ധൈര്യമുള്ള മണവാളൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് മുങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. പിന്നെ കുറച്ച് നാളത്തേന് മണവാളനെ കാണാനേയില്ല. അപ്പൊ നമ്മളൊക്കെ കരുതിയ പോലെ ഇത്രയധികം തൻ്റെ ഇടമുള്ള ധൈര്യമുള്ള തൊലിക്കട്ടിയുള്ള മണവാളൻ ഒളിച്ചോടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒളിച്ചിരിക്കുകയാണ്, പാത്തിരിക്കുകയാണ്. എവിടെയാണെന്നറിയാം. പക്ഷേ അതിനിടയ്ക്ക് അയാൾ നാട്ടിൽ വരുന്നു. ആ ഒരു ചെറിയ യൂട്യൂബ് മീറ്റപ്പിന്റെ ഒരു അവാർഡും കാര്യങ്ങളും എല്ലാം പുള്ളി വാങ്ങിക്കുന്നു. ഇതെല്ലാം ഈ നാട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. പക്ഷെ പോലീസുകാർ പറയുന്നു മണവാളനെ കാണാനില്ല, കണ്ടുകിട്ടിയിട്ടില്ല, എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ അവസാനം മണവാളനെ പോലീസ് പൊക്കി. പക്ഷെ കേരളത്തിൽ നിന്നിട്ടല്ല, കൂർഗിൽ നിന്നിട്ടാണ് പൊക്കിയത്. അങ്ങനെ കൊണ്ടുവരുന്നു. ഞാൻ ഒരു വീഡിയോയും കൂടെ കാണിച്ചു തരാം. പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് ധൈര്യപൂർവ്വം പോലീസുകാരുടെ മുന്നിൽ വെച്ച് പത്രക്കാരുടെയും മാധ്യമങ്ങളുടെയും യൂട്യൂബ് ചാനലുകളുടെയൊക്കെ മുന്നിൽ ധൈര്യമായിട്ട് വന്ന് ഡയലോഗുകൾ അടിക്കുന്ന ഷഹീൻ ഷാ അല്ലെങ്കിൽ മണവാളൻ നമുക്ക് കണ്ടു നോക്കാം. ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലൻ ധൈര്യമല്ലേ. പ്രജിൻ, വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് ഈ തൃശൂർ വെസ്റ്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ പ്രതി ക്യാമറയ്ക്ക് മുന്നിലും പെർഫോമൻസ് തുടർന്നു. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് പരിഹാസത്തോടെ മറുപടി. തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ അവിടെയും പറയുന്നത് കേട്ടല്ലോ, ഞാൻ ശക്തമായിട്ട് തിരിച്ചു വരും എന്നാണ് പറയുന്നത്. എല്ലാം തെളിവ് അടക്കം ഞാൻ കൊണ്ടുവരും. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇതിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്. പുള്ളിയുടെ കയ്യിൽ വലിയ തെറ്റൊന്നും കാണത്തില്ല, പുള്ളിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഉടനെ തന്നെ ശക്തമായ ഒരു വീഡിയോയിലൂടെ പുള്ളി തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ റിമാൻഡിലായിരിക്കുകയാണ്. അങ്ങനെ റിമാൻഡിലായ പ്രതി നേരെ ജയിലിലേക്ക് പോവുകയാണ്. പിന്നെ അടുത്ത് കണ്ടത് നമ്മൾ ജയിലിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സീനാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. വീഡിയോ പകർത്തിയത് കേസിലെ 1ാം പ്രതിയുമാണ്. വിശദാംശങ്ങൾ നിഖിൽ ഡേവിസ് നൽകും. നിഖിൽ, മണവാളൻ ചിരിച്ചുകൊണ്ട് ജയിൽ കവാടത്തിന് മുമ്പിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. റീൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അയാൾക്കെതിരെ എന്താണ് കേസ്? ഇപ്പോ ഈ ജയിൽ കവാടത്തിന് കണ്ടല്ലോ, പോലീസുകാരന്റെ മുന്നിൽ നിന്നിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല, പൊട്ടിച്ചിരിക്കുകയാണ്. അതായത് ഞാൻ ചില വീഡിയോസിൽ പറയുന്ന പോലെ നമ്മുടെ നിയമവ്യവസ്ഥയെ നോക്കി കൊഞ്ഞനം കുത്തിയിട്ടാണ് ആ ചിരി ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആരെങ്കിലുമാണ് ആ പോലീസുകാരൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഈ ഒരു അവസരത്തിൽ ചെയ്യുന്നത്? നിയമപരമായിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ കൂട്ടുകാർ വീഡിയോ എടുത്ത് ഫോൺ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മിണ്ടാതെ അവിടെ നിൽക്കും. പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ, ഈ ക്യാമറയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ സാധാരണ ചെയ്യുന്നത്? ഞാനാണെന്നുണ്ടെങ്കിൽ ആ മൂലയ്ക്കോട്ട് തന്നെ ചേർത്ത് 2 കുത്തും കൂടെ കുത്തിയിട്ട് അവനെ ആ ഡോർ തുറന്ന് അകത്തേക്ക് ഇടത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പൊ ക്യാമറ ഓണാക്കി നിൽക്കുന്നതുകൊണ്ട് പോലീസുകാർക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നേരെ അകത്തേക്ക് കയറുന്നു. 2ാമത്തെ ദിവസം വന്നൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കേട്ടു നോക്കുക. ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ചു. ജയിൽ ചട്ടം പാലിച്ച് മുടി മുറിച്ചു എന്നാണ് വിശദീകരണം. മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ പൂര ദിവസം വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പോലീസ് മണവാളിനെ അറസ്റ്റ് ചെയ്ത്. അഞ്ജുരാജാണ് ചേരുന്നത്. അഞ്ജുരാജ, ഈ ജയിലിനകത്തേക്ക് കയറ്റി മുമ്പ് വരെ റീൽസ് ഒക്കെ എടുത്ത് വലിയ ഹിറ്റാക്കിയിരുന്നു.
ഇപ്പോൾ മണവാളന്റെ മുടി വെട്ടിയിരിക്കുകയാണ്. മണവാളന്റെ ഒരു ട്രേഡ് മാർക്ക് തന്നെയാണ് ആ വെളുത്ത മുടി. കുറച്ച് നാളുകൾക്ക് മുമ്പ് മണവാളന്റെ ഈ മുടിയുടെ പ്രശ്നത്തിൽ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. മറ്റൊരു യൂട്യൂബർ ഈ പറയുന്ന മുടീനെ കളിയാക്കിയതിന്റെ പേരിൽ അയാൾ ഭയങ്കര മോശമായിട്ട് ഭയങ്കര മോശമായിട്ട് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഒക്കെ ഇറങ്ങി. അന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ഏറി കയറിയതാണ്. അതിനുശേഷം ഞാൻ മണവാളൻ്റെ മറ്റൊരു ട്രെൻഡായിട്ടുള്ള അല്ലെങ്കിൽ വൈറലായിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് പാലിയാക്കര ടോൾ പ്ലാസയിൽ ഇവർ കൂട്ടുകാർ കൂടി ചെന്നിട്ട് ടോൾ വാങ്ങിക്കുന്നതുമായിട്ടുള്ള പ്രശ്നം, അത് വളരെ വലിയ രീതിയിൽ ആളുകൾ കണ്ട ഒരു വീഡിയോയാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേന് ഞാൻ ഭയങ്കര ധൈര്യമുള്ള അല്ലെങ്കിൽ പ്രതികരണശേഷിയുള്ള ആളുകൾ എന്ത് പറയുമെന്ന് വിചാരിക്കാതെ എന്തും ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ ദേ ഇപ്പൊ ജയിലിൽ ചെന്ന് റിമാൻഡിലായ ആളുടെ മുടി വെട്ടിയപ്പോഴത്തേന് ആ മുടി പോയ വിഷമത്തിൽ അയാളുടെ മാനസിക ആരോഗ്യം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് എൻ്റെ മുടി പോയത് കൊണ്ട് എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ച് ഒരു മാനസിക രോഗിയെ പോലെ പെരുമാറുന്ന ഇയാളെ അവിടെയുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസുകാർ. എൻ്റെ പൊന്നു മണവാള, നിന്റെ ഈ പോക്കും ചാട്ടവും തുള്ളലും ചിരിയും ആ കാണിക്കലൊക്കെ കണ്ടപ്പോഴത്തേന് നീ എന്താണ് വലിയ സംഭവമാണ്, തൻ്റെ അടുത്തോടെ പോയിട്ട് നല്ല രീതിയിൽ ഇറങ്ങി വന്ന് നിന്റെ തെളിവും കാര്യങ്ങളും എല്ലാം നിരത്തി വെച്ചിട്ട് ആളുകളുടെ മുന്നിൽ കാണിക്കുമെന്നൊക്കെ ഓർത്തപ്പോഴത്തേന് നീ ഇത് എന്നാ പണിയാടാ അവനെ കാണിക്കുന്നേ? ഒന്ന് ആലോചിക്കേ. നീ ആ പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് ഉള്ള കാര്യം എനിക്ക് തോന്നുന്നത്, അകത്തോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഈ പോലീസുകാരനും ഈ കണ്ട വാർത്തകളും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ പോലീസുകാർ നല്ല ചാമ്പിയിട്ടുണ്ട്. 100% ഉറപ്പുള്ളൊരു കേസാണ്, നല്ല ശാമ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെയാണ് രണ്ടാമത്തെ കേസാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഈ മുടി പോയതിൻ്റെ പേരിൽ മാത്രം ഇവൻ്റെ കിളി അടിച്ചു പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല ഇടി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കണം ഈ കിളി പോയത്. അപ്പോൾ അതും ഇതും എല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് അളിയൻ്റെ കിളി ശരിക്കും പറന്നുപോയി. ശരിക്കും പ്രാങ്ക് കിട്ടിയത് ഇപ്പം മണവാളനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മളെ ഒരു പോലീസുകാരൻ പിടിക്കുന്നു, നമ്മളിപ്പോൾ പോകുന്നു ഹെൽമെറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മളെ ഇപ്പോൾ പോലീസ് പിടിക്കുന്നു. ആ പോലീസുകാരനോട് മാന്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പോലീസുകാരൻ ശരി ഇനി ആവർത്തിക്കില്ല വിട്ടോ എന്ന് പറയുന്ന പോലീസുകാർ, നല്ലവരായിട്ടുള്ള പോലീസുകാർ ഒരുപാട് നമ്മുടെ കേരള പോലീസിനുണ്ട്. പക്ഷേ അവരുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഞാനിപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ താൻ പേപ്പർ എഴുതി തന്നാൽ മതി, ഞാൻ അങ്ങ് കോടതിയിൽ അടച്ചോളാം, മറ്റതാണ്, ഞാൻ വലിയ കൊമ്പനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോ കാണിച്ചാണ്ടല്ലോ, ഇതിലേക്കാ പണി വരികയെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി ഒഴിവാക്കിയിരുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. പിന്നെ മണവാളൻ ഇനി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പം എല്ലാവരും ചോദിക്കും ഇനി മണവാളനോട് പറയാനുള്ള എന്നോട് പറഞ്ഞിട്ട് എന്നാ കാര്യമെന്ന്. ഞാനങ്ങ് പറയുക, പോയത് കുറച്ച് മുടിയാടാ മുത്തേ, അത് വന്നോളും, അത് പിന്നെയും കിളുത്ത് വരുന്ന സാധനം, അത് അവിടെ മുരടിച്ച് പോകത്തൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇതിനൊപ്പം തന്നെ എനിക്കൊരു സംശയമുള്ളൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച വേറൊരു പാർട്ടി ഇതുപോലെ റിമാൻഡിലുണ്ടായിരുന്നു. അയാൾക്ക് അകത്ത് കയറി ചെന്നപ്പോഴത്തേന് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളോട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു, ഫോണിൽ സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു, വെളിയിൽ അദ്ദേഹത്തിന് മാത്രമായിട്ട് പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യം കൊടുക്കുന്നു. ജയിലിലെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ അറിയാമായിരിക്കും. നമ്മുടെ KSRTCയിലെ ടോയ്ലറ്റിനെക്കാട്ടിലും മോശമായിട്ടുള്ള ടോയ്ലറ്റ് ഉള്ളൊരു സ്ഥലമാണ് ഈ ജയിലിനകത്തുള്ളത്. അപ്പോൾ ആ ജയിലിലെ ആ ടോയ്ലറ്റ് പോലും ഉപയോഗിക്കേണ്ട ആവശ്യം വരാതെ വെളിയിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. പക്ഷേ അയാൾ അകത്തേക്ക് കയറിപ്പോയപ്പോൾ ഉണ്ടായിരുന്ന അത്രയും മുടി തിരിച്ചിറങ്ങി വന്നപ്പോഴുമുണ്ട്. അതെന്തുകൊണ്ടാണ് സാറേ 2 പേർക്ക് 2 നിയമം വന്നത്? അയാളുടെ കയ്യിൽ കാശുള്ളത് കൊണ്ടാണോ? ആയിരിക്കും. എൻ്റെ ഈ കാശില്ലല്ലോ, അതുകൊണ്ട് എനിക്കിനി ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ലേ? നാളെ എന്നെ പിടിച്ച് മൊട്ടയടിച്ച് വിടത്തില്ലേ നിങ്ങൾ? അപ്പോൾ ഇതാണ് എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത്. കാശുള്ളവനൊരു നിയമം, കാശില്ലാത്തവന് വേറൊരു നിയമം. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് അകത്ത് പോവുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചുണ്ടെങ്കിൽ പോരുക. അല്ലാതെ ഷോ ഓഫ് ഒന്നും കാണിച്ചിട്ട് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇരട്ടിയായിട്ട് കിട്ടും.